ഞങ്ങൾ ഇന്നലെ കൊല്ലം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് കൂന്തൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. കൂന്തൽ കണവ എന്നൊക്കെ ഇതിന് പറയും. രാത്രിയായി ഞങ്ങൾ വന്നപ്പോൾ അത് ഞാൻ അത് കയ്യോടെ തന്നെ ഫ്രീസറിൽ കയറ്റി വെച്ചായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ച് അത് ഞാൻ ഐസ് പോകാനൊക്കെ ആയിട്ട് ഇട്ടത് നന്നാക്കി എടുക്കുന്നേ ഉള്ളൂ. രാത്രിയാണ് ഞാൻ ഇത് വെക്കുന്നുള്ളൂ. കാരണം ഇന്നലത്തെ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ ഞാൻ കുറച്ച് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്. അത് ഞാൻ ഇന്ന് ഉച്ചക്കത്തേക്ക് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കണവയൊക്കെ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ കട്ടും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ചിലവരിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്ന കാണാം. ഞാൻ റൗണ്ട് ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്യാറില്ല. കാരണം അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് ഞാൻ അത് കയറിയിട്ട് മൊത്തം കഴുകി കളഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാം കട്ട് ചെയ്തെന്ന് വിചാരിക്കുമ്പോഴാണ് അതൊന്ന് കഴുകാൻ നേരത്ത് കട്ട് ചെയ്യാത്ത ഒരു 2-3 കിട്ടിയത്. അങ്ങനെ അതും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുക്കളയിൽ വെച്ച് ഇത് ചെയ്തുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല സ്മെല്ല് വരുമെന്ന് വിചാരിച്ച് ഞാൻ മൊത്തം അങ്ങ് നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ലപോലെ ഉരച്ചങ്ങ് കൈ എടുക്കുന്നുണ്ട്. ഞാൻ കുറേ നല്ലപോലെ ഇട്ടതിന് അങ്ങ് ഉരച്ചില്ലെങ്കിൽ നല്ല സ്മെല്ല് വരും. ഇതിന് നല്ല സ്മെല്ലും കൂടിയുള്ള സാധനമാണ്. കൈ എന്തോരം കൈകിട്ട് അതിൻ്റെ സ്മെല്ല് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഞാൻ തൂത്ത് ഉടച്ച് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. ഞാൻ പിന്നെ കുറച്ച് വെറുംചോറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചോറേ വെച്ചോളൂ. അതുകൊണ്ട് കുക്കറിലിട്ട് 3 വിസിലടിച്ചൊന്ന് ചോറ് സെറ്റാക്കി എടുത്തു. അങ്ങനെ ഞാൻ അതും കൂടെ ഊറ്റി വെക്കുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് ഇത്രയും പണിയൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഇക്കായാണ് കൊച്ചിനെ നോക്കാറ്. പക്ഷേ നിൽക്കണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് പണിയും കൂടെ കിട്ടിയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവളെയും കൂടെ പോയി നോക്കുന്നുണ്ട്.